Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT Adur. Module 3, Moment Distribution Method. Today's topic, continuous beams, both ends hinged. Moment Distribution Method. Problem number 2. Question. Find the support moments and draw the bending moment diagram and shear force diagram for the continuous beam. The beam diagram like this. A, B, C. Okay. And for AB, a point load 100 kilo Newton, 3 meter, 3 meter, total span 6 meter, and 2I. Here a point load 80 kilo Newton, here 1 meter and here 3 meter, and total 4 meter I. Okay. Figure ഇതാണ് എ ബി സി ബോത്ത് എൻഡ്സ് സിംപ്ലി സപ്പോർട്ടഡ് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണ് എ ബി സി എ ബി സ്പാനിൽ 6 മീറ്റർ ആണ് 100 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് സെൻറ്ററിലാണ് ബി സിയിൽ 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് അത് ബിയിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ട് സിയിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടും അതിൻ്റെ സ്പാൻ 4 മീറ്റർ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണ് ഹിയർ എ ബി സ്പാനിൽ ഇറ്റ് ഇസ് 2I. നമുക്കിനി സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് കണ്ടിന്യൂസ് ബീം അനലൈസ് ചെയ്യാനായിട്ട്. നമുക്ക് സപ്പോർട്ട് മൊമെന്റ്സും അതുപോലെ തന്നെ സപ്പോർട്ട് മൊമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബെൻഡ് മൊമെന്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പോലെ തന്നെ നമ്മൾ ഫിക്സഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ഔട്ട് ദ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. സ്റ്റെപ്പ് 1. Step 1, find out the fixed end moments. Okay, clear alle? Find the fixed end moments. First span, for span AB, M bar AB, M bar BA. M bar AB പോയിന്റ് ലോഡ് ആണ് മൈനസ് കറക്റ്റ് നടുക്കാണ്. സോ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? മൈനസ് WL/8. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് W ഹിയർ ഇറ്റ് ഇസ് 100 ഇൻറ്റു L ടോട്ടൽ സ്പാൻ 6 മീറ്റർ ഡിവൈഡഡ് ബൈ 8. ഓക്കെ, പെട്ടെന്ന് കാൽക്കുലേറ്റർ ചെയ്തേ. മൈനസ് 100 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 8 ഇറ്റ് ഇസ് മൈനസ് 75 kilo Newton meter. Clear? Yes. Then M bar BA, it is plus WL by 8. Okay, plus WL by 8. Substitute your values. Plus 100 into 6 divided by 8. It is plus 75 kilo Newton meter. Okay. Next, for span BC, it is M bar BC. M bar BC എവിടെയും പോയിന്റ് ലോഡ് ആണ്. ഇക്വേഷൻ മൈനസ്, പക്ഷെ നോൺ സെൻറ്റേഡ് ആണ്. സോ മൈനസ് W A B square the minus W A B square by L square. Value substitute ചെയ്യാം. Minus W here 80 into A
1, B 3 meter. 3 square divided by total span 4. 4 square, and the answer minus 80 into 1 into 3 square by 4 square. That is minus 45 kilonewton meter. Clear? Yes. Then M bar C B. It is plus W A square B by L square. Value substitute ചെയ്യാം. Plus W here it is 80 A 1 square into 3 divided by 4 square. And the answer is plus 15 kilonewton meter. Okay? Yes. Fixed end moments നമുക്ക് കിട്ടി M bar AB minus 75, M bar BA plus 75, M bar BC minus 45, and M bar CB plus 50 kilonewton meter. Step number 2. Distribution factor. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ടേബിൾ വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ ദ ടേബിൾ. ഓക്കെ, എന്തൊക്കെയായിരുന്നു ടേബിളിൽ വേണ്ടത്? ജോയിന്റ്, ദെൻ മെമ്പർ, റിലേറ്റീവ് സ്റ്റിഫ്നെസ് RS, total relative stiffness TRS, and finally distribution factor DF. ഓക്കെ, നമുക്കിവിടെ ജോയിന്റ് ഏതാ നമ്മുടെ ജോയിന്റ് വരുന്നത്? ജോയിന്റ് ബി. ബിനെ കണക്ട് ചെയ്ത് എത്ര മെമ്പർ ഉണ്ട്? BA and BC. സോ ജോയിൻ ഹിയർ B. ഓക്കെ, ബിയിലെ കണക്ട് ചെയ്ത് മെമ്പർ BA and BC. ഓക്കെ, മെമ്പേഴ്സ് കിട്ടി. ദെൻ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. റിലേറ്റീവ് സ്റ്റിഫ്നെസ് നോക്കുമ്പോൾ നമ്മളുടെ ജോയിന്റ് ബി ആണ്. ബിനെ കണക്ട് ചെയ്തിട്ട് ദിസ് ഇസ് ദ നിയർ സപ്പോർട്ടഡ് എൻഡ് ബി, ആൻഡ് ബിയുടെ ഫെർദർ എൻഡ് ഫോർ BA സ്പാൻ എടുക്കുമ്പോൾ ഫെർദർ എൻഡ് ഈസ് എ. എ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഇക്വേഷൻ എന്താ? 3/4 I by L. 3/4 I by L. Here for the span AB, I is 2I. Substitute here 3 into 2I divided by 4 into 6. Okay, 3 into 2I divided by 4 into 6. 4 into 6L. എത്ര കിട്ടി? I by 4. ഞാൻ റബ്ബ് ചെയ്യണേ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. I by 4 ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് എഴുതാം. I by 4. ഓക്കെ, നെക്സ്റ്റ് BC. റിലേറ്റീവ് സ്റ്റിഫ്നെസ് BC ആണ് നമുക്ക് കാണേണ്ടത്. BCയിൽ I തന്നെയാണ്. ബിയുടെ നിയർ സപ്പോർട്ടഡ് എൻഡ് ബിയുടെ ഫെർദർ എൻഡ് C എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ സിംപ്ലി സപ്പോർട്ടഡ് ഹിഞ്ച് ജോയിന്റ് ആണ്. എന്താ? 3/4 I by L. ഹിയർ I തന്നെയാണ്. 3/4 into I by L. ദാറ്റ് ഈസ് 3I by 60. 3I by 60. ഓക്കെ, റിലേറ്റീവ് സ്റ്റിഫ്നെസ് കിട്ടി. നെക്സ്റ്റ് ടോട്ടൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ദാറ്റ് മീൻസ് ഇതിന്റെ സമ്മേഷൻ I by 4 plus 3I by 16. That is 7I by 16. Total relative stiffness TRS equal to 7I by 16. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈക്വൽ ടു റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഓക്കെ, BA മെമ്പറിന്റെ DFും കാണണം, PC മെമ്പറിന്റെ DFും കാണണം. BA മെമ്പറിന്റെ DF എന്താ? റിലേറ്റീവ് സ്റ്റിഫ്നെസ് I by 4 divided by
I by 4 divided by total relative stiffness 7I by 16. 7I by 16. എത്ര വന്നു? Yeah, 4 by 7. Here it is 4 by 7. DF distribution factor for AB member, it is 4 by 7. And distribution factor for BC member, CB spanned member in the distribution factor. Again calculate here DF equal to RS divided by TRS. RS here 3I by 16 divided by total 7I by 16. 3I by 16 divided by 7I by 16. എത്ര കിട്ടിയ ആൻസർ? It is 3 by 7. 3 by 7. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ബി ജോയിന്റിന് മെമ്പർ BA ആൻഡ് BC, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4 by 7 ആൻഡ് 3 by 7. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് 3 ആയിട്ട് പോവാം. സ്റ്റെപ്പ് 3, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ടേബിൾ വരയ്ക്കാം. നമ്മുടെ ബീം, നമ്മുടെ കണ്ടിന്യൂസ് ബീം. ഓക്കെ, A സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു, B സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു, then C സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു. MAB എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? മൈനസ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് മൈനസ് 75, then M bar BA plus 75, then plus 75, then M bar BC minus 45, M bar BC, then M bar CB plus 15. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ബി. ഓക്കെ, ബി ബോക്സ് വരയ്ക്കുക. ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4 by 7 ആൻഡ് ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3 by 7. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ എൻഡ് എ ആൻഡ് സി സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബെൻഡിങ് മൊമെന്റ് 0 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബെൻഡിങ് മൊമെന്റ് 0 ആണ്. സോ നമുക്ക് ഇവിടെയും എൻഡ് സിയിലും എൻഡ് എയിലും മൊമെന്റ് നമുക്ക് 0 ആക്കണം. എന്ത് ചെയ്യണം? -75നെ 0 ആക്കാൻ +75 ആൻഡ് +15നെ 0 ആക്കാൻ -50. ക്ലിയർ ആയോ? ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇനി നമുക്ക് എന്താ, ഇതിന്റെ ക്യാരി ഓവർ അടുത്ത സപ്പോർട്ടിലേക്ക് പോകും. ക്യാരി ഓവർ 75ന്റെ ഹാഫ് എത്രയാ? +37.5. ക്ലിയർ ആണോ? +37.5. ഇനി -15ന്റെ ക്യാരി ഓവർ ഇവിടേക്ക് സപ്പോർട്ടിലേക്ക് വരും. ഇറ്റ് ഈസ് -15/2. ഇറ്റ് ഈസ് 15/2, 7.5 -7.5. ഇനി നമുക്ക് സം ചെയ്യണം.
ഡബിൾ ലൈൻ ഇടുക സം ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡബിൾ ലൈൻ ഇടുക. ഓക്കെ, -75 plus 75 it is 0, plus 15 minus 15 it is 0. നമ്മുടെ രണ്ട് സപ്പോർട്ടും മൊമെന്റ് 0 ആയി. ഇനി ബാക്കി 75 plus 37.5 112.5 plus 112.5 minus 45 minus 7.5. It is minus 52.5. minus 62.5. ചെക്ക് ചെയ്തേ, നമ്മുടെ ജോയിന്റ് ബി ആണ് ഇക്വിലിബ്രിയത്തിലായോ? പ്ലസ് 112.5 ആൻഡ് മൈനസ് 52.5 ഇക്വിലിബ്രിയത്തിലായില്ല. നമുക്ക് ഇനിയും ഡിസ്ട്രിബ്യൂഷൻ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയാ? ഈ രണ്ട് വാല്യൂവും കൂടി ആഡ് ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. രണ്ടാമത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. സൈൻ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. ഓക്കെ, 112.5 minus 52.5 it is 60. മൈനസ് സൈൻ ചേഞ്ച് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ആ. ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. -60 into 4/7 minus 34.28529 minus 34.29. അടുത്തത് 112.5 minus 52.5 60 minus 60 into 3/7 is minus 25. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? minus 25.71. ഓക്കെ, നമുക്കിനി ഇതിന്റെ ക്യാരി ഓവർ പോവോ? ഇല്ല, സിംപ്ലി സപ്പോർട്ടിലേക്ക് പോവില്ല. ഇവിടെ സിംപ്ലി സപ്പോർട്ടിലേക്ക് പോവില്ല. സോ നമുക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ ഇടയിൽ ക്യാരി ഓവർ വരുന്നുണ്ടെങ്കിൽ ക്യാരി ഓവർ ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ സമ്മപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഡബിൾ ലൈൻ ഇടുക. ഓക്കെ, 0 0 112.5 minus 34.29 78 plus 78.21 78.21. Next, minus 52.5 minus 25.71 minus 78.21 minus 78.21. ഇവിടെയും minus 78 പോയിന്റ് പ്ലസ് 78.21 minus 78.21. Okay, 78.21 equilibrium I. Okay, plus 78.21 and minus 78.21. ഇനി നമുക്ക് distribution stop ചെയ്യാം because equilibrium joint equilibrium ആയി. This is the final moments. Okay, step 4. Final moments. M AB equal to 0. M
BA equal to plus 78.21, M BC equal to minus 78.21. Okay, then MCB equal to 0. Final moments. ഇനി നമുക്ക് എന്താ ഉള്ളത്? Bending moment diagram. Okay, നമുക്ക് bending moment diagram കൂടെ വരച്ചേക്കാം. Step 5, draw the bending moment diagram. Okay, നമുക്ക് ഇവിടെ ഒരു ലോഡ് ഉണ്ടായിരുന്നു. കറക്റ്റ് നടുക്ക് എത്രയായിരുന്നു? 100 കിലോ ന്യൂട്ടൺ. പിന്നെ നമുക്ക് ഇവിടുന്ന് 1 മീറ്റർ മാറിയിട്ട് ഇവിടെ എന്തുണ്ടായിരുന്നു? 80 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഒന്ന് ഡ്രോ ചെയ്യാം. കറക്റ്റ് നടുക്കായിട്ട് വരുമ്പോ ദിസ് ഈസ് AB 100 ഉണ്ടായിരുന്നു. ഓക്കെ, 100 ആയിരുന്നു. ഇത് ഇക്വേഷൻ എന്താ? WL/4 എത്ര വന്നു? W it is 100 into L 6 divided by 4. It is 150 kilo Newton meter. Second, span BC ഇടത് 80 ആയിരുന്നു. 80 അത് 1 മീറ്റർ ഇവിടുന്ന് മാറിയിട്ട് 3 മീറ്റർ അല്ലാതെ. സോ ഇക്വേഷൻ എന്താ? WAB/L. ഓക്കെ, 80 ഇൻറ്റു A എന്താ? 1 ഇൻറ്റു L എന്താ? 3 divided by 4. It is 60 kilo Newton meter. 60 kilo Newton meter, and this is 150 kilo Newton meter free bending moment. Okay, നമുക്ക് അത് ഇവിടെ കിട്ടി. നമുക്ക് ഫിക്സഡ് ബെൻഡിങ് മൊമെന്റും ഇവിടെ കിട്ടി. നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. ദിസ് ഇസ് A, B and this is C. Okay, എയിൽ MAB 0 ആണ്. MBA plus 78 പോയിന്റ് മൈനസ് പ്ലസ് ആണ്. പ്ലസ് 78.21 ഇവിടെ വരും. പിന്നെ BC മൈനസ് ആണ്. മൈനസ് 78 പോയിന്റ് സെയിം ഇവിടെ വരും. ഓക്കെ, ദെൻ BC 0 ആണ്. ഓക്കെ, ഓക്കെ, നമുക്കിനി AB-യുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് 150 ആണ്. 150 നമുക്ക് കറക്റ്റ് നടുക്കായിട്ട് ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് ഈ മിഡ് പോയിന്റ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എത്രയാ? ദിസ് ഈസ് 78.21. എങ്ങനെ കിട്ടും? 78.21 സിമിലർ ട്രയാങ്കിൾ ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു ഇത് ടേക്ക് ഇറ്റ് ആസ് x ഡിവൈഡ് ബൈ 3. 78.21 divided by 6 into 3. It is x is equal to 39.105. 39.105. ഈ പോയിന്റ് നമുക്ക് ഇവിടെ ടോട്ടൽ 150 ആണ്. സോ 150 മൈനസ് 39 പോയിന്റ്. ഇറ്റ് ഈസ് 11. This is 110.895. 110.895. Okay. Same way, find out this point also. Okay, this is 60. Find out this point. That means from here it is 1 meter. Then 78.21 divided by this span BC is 4 meter. Then take this as x divided by this distance. It is 3. Okay, 78.21 divided by 4 into 3. It is 50. X is equal to 50. X is equal to 58.657. 60 minus 58. It is 1.34, and this is 1.34. 34. Itrom 1.34.
Okay, this distance is 1.34. Clear ആണോ? 1.34 kilonewton meter, and this is 110.89 kilonewton meter, and MAB 0, MBC 0. Okay, and this is positive, negative. Okay, and final bending moment diagram. Final bending moment, this is the final bending moment diagram, BMD. Okay, next step, reactions. Reactions, next step, step 5, reactions. സ്റ്റെപ്പ് 4 ആയിട്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരുന്നു. റിയാക്ഷൻസ് നമുക്ക് ഞാൻ ഇവിടെ ഫിഗർ ഒന്ന് വരച്ചേക്കാം. സിംപ്ലി സപ്പോർട്ടഡ്, ദിസ് ഇസ് ബി, എ, ബി, സി. ഹിയർ 100 kilonewton, 3 meter, 3 meter, 6 meter, and here that is 80 kilonewton, 1 meter, 3 meter, and 4. Okay, then നമുക്ക് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. RA plus RB plus RC equal to 100 plus 80. Okay, ഇനി നമുക്ക് taking bending moment at A, bending moment at B, taking bending moment at B. എന്താ ബിയിലേക്ക് മൊമെന്റ് എടുക്കുക, ഈ സൈഡ് കൺസിഡർ ചെയ്യുക. RA into 6 minus RA into 6 minus 100 into 3. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇവിടുത്തെ മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് minus 78.21. Okay, find out RA. Therefore, RA equal to 36.97 kilonewton. 36.97 kilonewton. Again, taking bending moment at B. Taking bending moment at B. ഏത് ഈ സൈഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. It is RC into 4, then minus 80 into 1 equal to minus 78.21. Okay, then find out RC. RC equal to 0.4475. RC is equal to 0.4475. Substitute RA value and RC value in this equation, then find out RB. This equation, RA plus RB plus RC equal to 180. Substitute RA 36.97 here, and for RC it is 0.4475. Then find out RB. RB. One 42.585 kilonewton. 142.585 kilonewton. Okay, reactions കിട്ടി RA, RB and RC. നമുക്ക് ഇനി ബെൻഡിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഓക്കെ, വരച്ചു. A, B, C. Okay, RA 36.97 upward, 36.97 upward, then minus 100, it is minus 63. This is B, A and C. 100 kilonewton here. Okay, minus 100, it is minus 63.03. Then here RB plus 142.585.
plus 79 plus 79. Okay, 79.555. Okay, then minus 80 minus 0.445 0.445. Clear allale? 445 0.445. Then RC plus 0.445. It is 0. Okay, minus plus minus plus. Okay, this value is 79.55 and this value is 0.445. This 63.03. This is the final shear force diagram. Clear? Okay. Work out cheyanam. Okay. Have a nice day.